ഞാൻ രാത്രി 1 മണിക്കാണ് ഓടി വന്നത്. വന്ന് എവിടെയാ ചേട്ടന്റെ വീട് എവിടെയായിരുന്നു? ഫാക്ടറിന്റെ നേരെ താഴെ മുണ്ടക്കയായ ഏറിയാണ്. അപകടത്തിൽപ്പെട്ട ആളുകൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. പെങ്ങളെ 3 മക്കൾ പോയി, അളിയനും പോയി, അളിയൻ്റെ മോനും പോയി. ഞാൻ 10-11 ലക്ഷം റുപ്യ ലോൺ എടുത്തിട്ട് എനിക്ക് വീട് പോയതിനെ കൊണ്ടൊന്നും യാതൊരു പ്രശ്നവുമില്ല, ഒന്നുമില്ല. ഞാൻ ഓണത്തിന് കൂടാൻ വേണ്ടി നിന്നാണ്. പക്ഷെ എന്താ പറയുക, ഞങ്ങളെ പെരുവഴി ഇറക്കി വിടരുതെന്നുള്ളത് നിങ്ങൾ ആ ചാനലുകാരെ എല്ലാവരും കൂടി ഒന്ന് പറഞ്ഞു. ഞങ്ങൾ ഈ സ്കൂളിൽ നിന്ന് വിട്ടാൽ ഞങ്ങൾക്ക് ഇനി പോകാൻ വേറെ ഒരു വഴിയുമില്ല. ആ ഒരൊറ്റ കാര്യം, ഞങ്ങൾ ഓണത്തിന് വീട് പറഞ്ഞു. ഞാൻ നിങ്ങളെ ചാനൽ എന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. 2 ദിവസം മുമ്പ് ചാനലിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ ഇറക്കി വിടരുത്, ഇന്നൊക്കെ ഒരു ചെറിയ സംസാര വിഷയമുണ്ട്, 3-4 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും അവിടെ ആക്കണം ഇവിടെ ആക്കണം എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ ക്യാമ്പിലാണ്. പക്ഷെ അങ്ങനെ ഒന്നും. മേപ്പാടി ക്യാമ്പിലാണോ? ഗേൾസിലാണ് ഉള്ളത്. അപ്പോൾ അതാണ് പറയാനുള്ളത്, വേറെ കൂടുതലൊന്നുമില്ല. അത്രയും നഷ്ടപ്പെട്ടും ചെയ്തിട്ട് ഞങ്ങളെ മക്കളും പോയി, മറ്റുള്ളവരും പോയി കഴിഞ്ഞിട്ട് ലാസ്റ്റ് വീട് ഞാൻ 11 ലക്ഷം റുപ്യ ലോണാണ് എനിക്ക്. ഇനി അവരേറ്റം വന്ന് എൻ്റെ പുറകിൽ കയറുമെന്നുള്ളതാണ് എനിക്ക് ഒന്നും മനസ്സിലാകാത്തത്. എനിക്ക് അത്യാവശ്യം ഇതൊന്നും വിദ്യാഭ്യാസമൊന്നുമില്ല, എങ്കിലും പറയാം കഷ്ടപ്പെട്ട് പെടാപ്പാടുപെട്ടിട്ട് ഉണ്ടാക്കിയതാണ്. പക്ഷെ ഈ ഓണത്തിനാണ് ഞാൻ വെച്ചത് പെൻഷൻ, ഇന്നും നടത്താൻ പറ്റിയില്ല. പുതുപുത്തം വീടാണ്. ഞാൻ എല്ലാ പണിയും കഴിച്ചിട്ട് ഓണത്തിൻ്റെ ഒന്ന് കൂടാന്ന് പറഞ്ഞിട്ട് നിന്നതാണ്. അതും നഷ്ടമായി. എനിക്ക് വീട് പോയതിനെ പറ്റിയില്ല. എനിക്ക് ഇത്രയും ജനങ്ങളും പോയി. ലാസ്റ്റ് ഘട്ടത്തിൽ കൊണ്ട് പെരുവഴിയിലാക്കി വിടുമെന്നുള്ളൊരു പേടിയേ ഉള്ളൂ. അത്ര എനിക്ക് പറയാനുള്ളത്. ഈ വീടിപ്പോ അത് പുതിയ വീടായിട്ട് നിൽക്കുമായിരുന്നു, അത് പൂർണ്ണമായിട്ട് പോയോ? കല്ല മണ്ണിൻ്റെ ഉള്ളിലാണ് മൊത്തം നിൽക്കുന്നത്. അതിൻ്റെ അകത്ത് ഇനി ഞാൻ എങ്ങനെ പോവുക? ആ മണ്ണിൻ്റെ ഉള്ളിൽ മണ്ണ് മാന്തിയിട്ട് എങ്ങനെ പോവുക? അതിൻ്റെ തൊട്ടടുത്ത് നിന്നാണ് എൻ്റെ അളിയൻ്റെ മോനും പോയത്. ആ മണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ എങ്ങനെ എടുത്തിട്ട് അതിൻ്റെ അകത്ത് താമസിക്കാൻ എനിക്ക് കഴിയുമോ? എപ്പോൾ വീട് പൂർണ്ണമായിട്ട് പതിഞ്ഞിരിക്കുകയാണ്. ചാനലുകാർ ഇതിൻ്റെ ഇടയ്ക്ക് എന്നെ കൊണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പുതിയ വീട് വെച്ചത് പാലുകാച്ചല് ഓണത്തിന്, ഈ ഓണത്തിന് പാലുകാച്ചൽ വെച്ചതാണ്. ആ വീടാണ് പോയത്. അതിനി ഒന്നിനും പറ്റില്ല. 11 ലക്ഷം രൂപ ലോൺ എടുത്ത് വെച്ച വീടാണ്. ലോണാണ്. 11 ലക്ഷം രൂപ ലോണുണ്ട്. സഹായം എന്തായാലും തീർച്ചയായിട്ടും വേണം. പേടി എവിടേക്കെങ്കിലും ഇറക്കി വിടുക, ഇവർ പോകാൻ വീടില്ല, എന്ത് ചെയ്യുമെന്നുള്ളതാണ്. അല്ല, ഞാൻ പറഞ്ഞത് സുധാകരൻ പോലുള്ള ഇത് ഒറ്റപ്പെട്ട സംഭവം സൗകര്യം, അതാണ് ചേട്ടൻ ഉദ്ദേശിച്ചത്. ചേട്ടന്റെ പേരെന്താണ്? എന്റെ പേര് സുധാകരൻ. ഈ അനുഭവം ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് പറഞ്ഞാൽ, അനുഭവം ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതുപോലെയുള്ള കുറെ അധികം സംഭവങ്ങൾ നമ്മൾ നേരിട്ട് എസ്റ്റേറ്റ് പണി എടുത്തിട്ടില്ലേ? എസ്റ്റേറ്റ് പണി എടുത്തിട്ട് എത്ര കഷ്ടപ്പെട്ട് അത് ചെയ്തത്. ഇനി ലോണും അടക്കാൻ പോയ വഴിയിലുണ്ടായി. ലോണുകാരും കൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഞങ്ങൾ ഈ മേഖലയിൽ തന്നെയാണോ താമസിച്ചിരുന്നത്? അതോ ഫാക്ടറിന്റെ അടുത്ത് അവിടെ പാടിയിലാണ്, പാടി താമസിച്ചിട്ടാണ്. അപ്പൊ ജനുവരി ഈ ഓണത്തോട് കൂടിയിട്ട് അതിൽ കൂടാ എന്ന് വിചാരിച്ചിട്ടാണ് അതൊക്കെ ചെയ്തത്. ഇതിലിപ്പോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് സർക്കാർ ഇതിന്റെ മുഴുവൻ നഷ്ടവും കണക്കാക്കുകയും ഇത് എല്ലാ ആളുകൾക്കും അവർക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം പുനരധിവാസം വേണ്ട സഹായങ്ങളൊക്കെ നൽകും എന്ന ഉറപ്പാണല്ലോ സർക്കാർ നൽകുന്നത്. അപ്പൊ അതാണ് നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വേണം, അല്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? അതാണ് ഞങ്ങളെ കാഴ്ച അതാണ് മുന്നിൽ കാണുന്നത്. ഞങ്ങൾ എന്ത് ചെയ്യും? അതുകൊണ്ട് ഈ കുട്ടികളെയും പേരക്കുട്ടികളാണ് ഉള്ളത്. എൻ്റെ മക്കളെ 2 കല്യാണവും കഴിച്ചു ഇതായി. പക്ഷേ ഈ മക്കളെ കുട്ടികളും ഞാനും ഭാര്യയും കൂടി എന്ത് ചെയ്യും? അതൊക്കെയാണ് നമ്മൾ ഇതാക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സംവിധാനം വേണ്ടേ? സുധാകരൻ ചേട്ടൻ്റെ പിറന്നാൾ ഇപ്പോൾ അടുത്തുണ്ടായിരുന്നു. അവർ വന്നിരുന്നു, ചാനലുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഞാൻ വെറുതെ ഒന്ന് നെക്സ്റ്റ് നേരത്തെ കാലത്ത് കുളിച്ച് വന്നപ്പോൾ ചോദിച്ചാണ് അവിടുത്തെ മേഡം, എന്താണ് നേരത്തെ തന്നെ കുളിച്ചിട്ടുണ്ടല്ലോ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പിറന്നാളാണ്, അതെങ്കിലും ഒന്ന് ആഘോഷിക്കട്ടെ, 60ാമത്തെ വയസ്സാണ്, ഒന്നിനും വഴിയില്ല, ഒരു 10 പൈസ കൊണ്ട് ചെലവ് ചെയ്യാനും വയ്യ, ഒന്നിനുമില്ല, എന്തായാലും കുളിച്ച് വന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ വന്നാണ് പറഞ്ഞപ്പോഴാണ് ആ മേഡന്മാർ അവരെല്ലാവരും കൂടി ഇവിടുത്തെ സ്കൂളിലത്തെ അവരെല്ലാവരും കൂടി ഭയങ്കര സജീവമായിട്ടൊന്ന് ചെയ്തിട്ട് നിങ്ങളെ ചാനലുകാർ വന്നത് എന്നെ കൊണ്ട് കുറേ സംസാരിച്ചു. ദുരിതാശ്വാസ ക്യാമ്പിൽ ആഘോഷിച്ചത് എൻ്റെ പിറന്നാളായിരുന്നു ആഘോഷിച്ചത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് ഒറ്റപ്പെട്ട അനുഭവങ്ങളൊന്നുമല്ല. ഇതുപോലെ 100 ഒരുപാട് അനുഭവങ്ങൾ ഇവിടെയുണ്ട്. മുന്നോട്ട് പോകുമ്പോൾ ഇതൊക്കെ സർക്കാർ കേൾക്കണം, അല്ലെങ്കിൽ റീബിൽട്ട് വയനാട് എന്നുള്ള സങ്കല്പത്തിൽ ഇവരുടെ വികാരങ്ങൾക്ക് എന്തായാലും ഉൾപ്പെടണം. ഒരു കാര്യം, ഒരുപാട് പേരുടെ പേപ്പറുകൾ ഇത്തരത്തിൽ നഷ്ടമായിട്ടുണ്ട്. ആ പേപ്പറുകൾ എന്തായാലും ഇവിടെ നിൽക്കുന്ന ഇവിടെയുള്ള പഞ്ചായത്തിനും ഇവിടെയുള്ളവർക്കൊക്കെ അറിയാം, ഇവരുടെ മഹാദുരിതം അറിയാം. ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ എവിടെയെങ്കിലും ഇവരുടെ പേപ്പർ ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുത്.